വല്ലങ്ങിക്കുനിശ്ശേരി പ്രധാന പാതയിലെ കോരാമ്പറമ്പിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ശാപമോക്ഷമാവുന്നു. കെട്ടിടം ഉടൻ പുതുക്കി പണിയുമെന്നും ഇതിനായി MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചതായും KD പ്രസേനൻ MLA പറഞ്ഞു. കോരാമ്പറമ്പ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി UTV വാർത്ത നൽകിയതിന് പിന്നാലെയാണ് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുന്നത്. ഏത് നിമിഷവും നിലംപൊത്താറാവുന്ന തരത്തിൽ ബലക്ഷയം സംഭവിച്ചതാണ് കോരാമ്പറമ്പിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേർ ദിനംപ്രതി ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ദുരവസ്ഥ UTV വാർത്തയായി സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് KD പ്രസേനൻ MLA അറിയിച്ചത്. നമ്മുടെ മേലാർ റോഡ് ഈ കുരിശ്ശേരിയിൽ നിന്നും നെമ്മാറയ്ക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡ് ചേരാമംഗലം റോഡിൽ കോരാമ്പറമ്പിലെ വെയിറ്റിംഗ് ഷെഡ് ഇപ്പോൾ ഏതാണ്ട് തകർച്ചയുടെ അവസ്ഥയിലാണ്. കുറേ കാലമായി അവിടെ ഒരു പുതിയ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കണം എന്ന ആവശ്യം തദ്ദേശീയർ മുന്നോട്ട് വെച്ചതാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ അവിടെ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് MLA ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാനും നിശ്ചയിച്ചിരുന്നു. PWD വിഭാഗത്തിൽ നിന്ന് നിർണയിച്ച് അവർക്ക് തരാൻ കഴിയാത്ത അവസ്ഥയായി. നിലവിലൊരു ഷെഡുണ്ടായിരുന്നു, അതിൻ്റെ മറ്റൊരു സ്ഥലത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിർമ്മിക്കാൻ കഴിയുമോ എന്നാണ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചത്. അതിന് കഴിയില്ല എന്നൊരവസ്ഥ വന്നു. ഇപ്പോഴെന്തായാലും MLA ഫണ്ട് മാറ്റിവെച്ചിട്ട് കുറച്ച് കാലമായി. അടിയന്തരമായി തന്നെ അവിടെ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കണം എന്നവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നിർമ്മിക്കാം എന്നവർ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ജനങ്ങളുടെ ആശങ്കയെല്ലാം പരിഹരിച്ച് നമുക്ക് ആധുനിക ബസ് വെയിറ്റിംഗ് ഷെഡ് അവിടെ നിർമ്മിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിക്കാതെ സമീപത്ത് പുതിയത് നിർമ്മിക്കാനായിരുന്നു പദ്ധതിയെന്നും PWD സ്ഥലം അളന്നു നൽകാത്തതിനാലാണ് പദ്ധതി വൈകിയതെന്നും MLA പറഞ്ഞു. നിലവിലെ കേന്ദ്രം പൂർണ്ണമായും തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ ഇത് പൊളിച്ചുമാറ്റി ഇതേ സ്ഥലത്ത് പുതിയത് നിർമ്മിക്കും. ഇതിനായി MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.